ഡിയർ പേരൻസ്, ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഇപ്പോൾ 4 ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ഇത്രയും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ്, ഞാനിപ്പോൾ അതിന് വിഷമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല? ശ്രീകാന്ത് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. ഞാൻ നോക്കുമ്പം ഒരു 13 ആഴ്ച മുമ്പാണ് ഞാൻ കണ്ടതാണ്. കുട്ടി അവിടെ കിടന്ന് ടൈലിലൊക്കെ കിടന്ന് ഇങ്ങനെ ഉരുളുമൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോസും കാര്യങ്ങളും ഒക്കെ. പുള്ളി എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം പിന്നെ പുള്ളിക്കാരിക്ക് കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഈ അടുത്ത സമയം കൊണ്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആയപ്പോഴാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഇവരെക്കുറിച്ചാണ് ചർച്ചയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഓരോ വീഡിയോസൊക്കെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് പ്രൈവസി സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, അതായത് കുട്ടിയുടെ 8 വർഷം മുമ്പ് ഒരു വീഡിയോ ഒരു പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ആ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അതെടുത്ത് ഇവർ സോഷ്യൽ മീഡിയ കാണിക്കുകയുണ്ടായി. സ്കൂളിൽ ചെന്ന സമയത്താണെങ്കിൽ ആ കുട്ടി ഫ്രണ്ട്സ് നിനക്ക് സ്കൂളിൽ പോകാൻ മടിയാണല്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്ത് അത് അമ്മയോട് വന്ന് പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് അവർ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് ഒരു കുട്ടിയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് അതാണ് ഓർത്തു പോയെന്നു തോന്നിപ്പോകുന്നൊക്കെ കുറച്ച് വീഡിയോ ചെയ്ത് 8 വർഷം മുമ്പുള്ള വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ടും അവർ ഈ പറയുന്ന കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, ഫണ്ണായിട്ടുള്ള കാര്യം. ഇനി കുട്ടി കരയുന്നൊന്നും അങ്ങനെ വലുതായിട്ട് വെച്ച് ഞാൻ കണ്ടിട്ടില്ല. 8 വർഷം മുമ്പുള്ള ഒരു കാര്യം ഇപ്പോൾ വന്നിട്ട് അവരൊരു മെസ്സേജായിട്ടാണ് അവർ കൊടുക്കുന്നത്. അത് നല്ലതാവാം, ചിലപ്പോൾ ഒരു കോണ്ടന്റിന് വേണ്ടി ആവാം, എന്തായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവും കാര്യങ്ങളുമില്ല. അതിൻ്റെ താഴെ വരുന്ന കമൻസും കാര്യങ്ങളൊന്നും ഒക്കെ പറഞ്ഞാൽ ഇപ്പോൾ നീ വിളിപ്പിക്കാൻ വരുമല്ലേ, അതിൻ്റെ ഇടയ്ക്ക് വന്ന ചില കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഒരു മോട്ടിവേഷൻ വന്നിരിക്കുന്നത്, അങ്ങനെ കുറച്ച് കമൻസൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഫാമിലി വ്ളോഗിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അറിയാമല്ലോ, ഒരു പ്രസവം തന്നെ ഒരു 10 മാസം തന്നെ കൊണ്ടുപോകും. പിന്നെ കുഞ്ഞിൻ്റെ പേരിടല്, കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ, എന്തിന് യൂറിൻ പാസ് ചെയ്തത് വരെ ഉൾപ്പെടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇടുന്ന ഒരു കാലമാണ്. ഓക്കെ, ആ ഒരു കാലത്ത് ഇതുപോലൊരു മെസ്സേജ് നല്ലതാണ്. കാരണം ഇപ്പോഴത്തെ തലമുറകൾ എങ്ങോട്ടാണ് പോകുന്നത് പോലും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അശ്വതി മേഡം സംസാരിക്കുന്ന കാര്യം ഒന്ന് വെക്കാം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ ദിയാകൃഷ്ണയെ പിടിച്ചിട്ടുണ്ട്. ദിയാകൃഷ്ണ ഇതുപോലെ തന്നെ കുഞ്ഞിന് പുതിയ അക്കൗണ്ട് തുടങ്ങി, ആ അക്കൗണ്ടിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് കമൻസ് ഒക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോകാം എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കോണ്ടന്റ് എടുത്തേക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കാണാം, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് തരും, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തരും. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പ് വീഡിയോ കാണുന്നതിന് മുമ്പ് ആ കൊച്ചു പണ്ട് 8 വർഷം മുമ്പ് കരഞ്ഞത് അത് ഞാൻ ബ്ലർ ചെയ്തേ കാണിക്കത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സ്കൂളിൽ പോകുന്നില്ലേ? എന്ത് പോകാത്ത? കാലുവേന ഇപ്പോഴല്ലേ? രാവിലെ ആകുമ്പോഴേക്കും കാലുവേന പോവുമല്ലോ. എന്താ? പ്ലീസ്, കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ ടീച്ചറിന് സങ്കടം വരത്തില്ലേ? സ്കൂളിൽ പോകാവോ പ്ലീസ്? അങ്ങനെ പറയല്ലേ. സ്കൂളിൽ പോയില്ലെങ്കിൽ എങ്ങനെയാ പഠിച്ച് ബിഗ് ഗേൾ ആവുന്നേ? അങ്ങനെ പറയല്ലേ. ഈ ഒരു വീഡിയോ ഞാൻ ബ്ലർ ചെയ്തിട്ട് ഏറ്റവും താത്ത വെച്ചിരിക്കുന്ന സൗണ്ട് മാത്രം നിങ്ങൾക്ക് കേൾക്കാം. ഇതാണ് ഈ ഒരു വീഡിയോ. 8 വർഷം മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് അവർക്കിപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നതെന്ന് അവർ തന്നെ പറയുന്നത്. അവർക്കിപ്പം വേറൊരു കുട്ടി കരയുന്ന കണ്ടപ്പോൾ അവർക്കൊരു വിഷമം തോന്നിയെന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ഞാനൊരു കാര്യം തുറന്നു പറയും, ഈ ദേഷ്യം കൂടുമ്പോൾ നമ്മൾ ആരൊന്നും നോക്കാതെ എടുത്തിട്ട് ചാമ്പുകയും ചെയ്യും. അതേ നമ്മൾ കാഴ്ചക്കാരായിട്ട് നിൽക്കുക. കാഴ്ചക്കാരായിട്ട് നിന്നിട്ട് അപ്പുറത്ത് ഒരാളെ അടിക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നും. അയ്യോ എന്തിനാ അവൻ അടിക്കുന്നതെന്നുള്ള രീതിയിലാണ്. നമ്മുടെ മാറ്ററും അവരുടെ മാറ്ററും എല്ലാം സെയിം ആയിരിക്കും. നമ്മൾ കാഴ്ചക്കാരായിട്ട് നിന്ന് നോക്കുമ്പം ഇതെല്ലാം നമുക്ക് എന്താ പറയണ്ട ഒരു വിഷമം ഫീൽ ചെയ്യും, ശരിക്കും ഫീൽ ചെയ്യും. അപ്പം അന്ന് ഇട്ട ഈ ഒരു വീഡിയോയെ കുറിച്ച് അവരിപ്പോൾ പറയുന്നതെന്ന് കേൾക്കാം. ഡിയർ പേരൻസ്, ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ്, അവർ കരയുന്നത്, അവർ ടാൻട്രംസ് കാണിക്കുന്നത്, മെൽഡൗൺസ് ഉണ്ടാവുന്നത്, ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത്. ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ളൊരു അമ്മയാണ്. അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പറ്റണില്ല അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ട്. അന്നത് എനിക്കൊരു തമാശയായിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ അതിൽ ഇന്നും ഈ മൊമെൻറ്റിൽ ഞാനത് ചെയ്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഓക്കെ മാഡം, നിങ്ങൾക്ക് അത് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാഡം കാണുവാണെങ്കിൽ ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഡിലീറ്റ് ചെയ്ത് കളയണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും അക്കൗണ്ടിൽ ആ ഒരു വീഡിയോ കിടപ്പുണ്ട്. ആ വീഡിയോ ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്ത് ആദ്യമേ അതൊരു കൊച്ചൊരു ഇതായിട്ട് ഞാൻ ഇവിടെ നിന്ന് വെച്ചത്.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മിസ്റ്റേക്ക് ഇപ്പോൾ 4 ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ഇത്രയും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഞാനിപ്പോൾ അതിന് വിഷമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല? എല്ലാവരും ഒരു വീഡിയോ എടുത്തിട്ടും മെസ്സേജാണ് കൊടുക്കുന്നത്, നല്ല കാര്യമാണ് അങ്ങനെയാണ്, ഞാനും അത് ഉദ്ദേശിച്ചാണ് വന്നേക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല? ഞാനൊന്ന് ചോദിച്ചോട്ടെ. അഥവാ നിങ്ങളിത് കാണുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഒരു വീഡിയോ പോയി ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ എടുത്തിട്ട് ഒരു സൈഡിൽ ഒരു കോർണറിൽ ഒരു മൂലയ്ക്ക് കുഞ്ഞതായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മൾ സ്വയം തിരുത്തിയെന്ന് വന്നിട്ട് 4 ആൾക്കാരുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പറഞ്ഞ് മനസ്സിലാക്കണം ആദ്യം. ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും വാഗൊണ്ട് പറയാം, പക്ഷെ പ്രവൃത്തിയിൽ അത് വേണം. മേഡം അത് കാണിച്ചിട്ടില്ല. ഫസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഉപദേശിക്കാൻ ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. എൻ്റെ മോൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ്, അതായത് അവളെ കാണുമ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി, സ്കൂളിൽ പോകാൻ മടിയാണല്ലേ, കരയണത് കണ്ടല്ലോ എന്ന് അവളോട് എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പം കുഞ്ഞ് വിചാരിക്കുകയാണ് ഇതെൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമല്ല, ഞാൻ ചെയ്തൊരു കാര്യമാണല്ലോ, ഇതെങ്ങനെയാണ് ഈ ലോകം മുഴുവൻ അറിഞ്ഞത് എന്നുള്ളത് അവളിങ്ങനെ അന്തം വിട്ട് തന്നെ നോക്കിയൊരു സമയമുണ്ട്. ആ മൊമെൻറ്റിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഐ ഹാവ് ഡൺ എ ബിഗ് മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പം അതിൽ പിന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവാറുണ്ട്. അപ്പം ഇന്നും അതുപോലെയുള്ളൊരു വീഡിയോ. ആ കുട്ടിയുടെ പ്രായം കുഞ്ഞു പ്രായമാണ്. അപ്പം അതിന് അങ്ങനെയൊക്കെ ചിന്തിച്ചെടുക്കാൻ പറ്റുമോ? അത് ആ സമയത്തെ കാര്യമാണോ അത് ഇപ്പോഴത്തെ കാര്യമാണോ എന്നൊന്നും ഇവരിവിടെ പറയുന്നില്ല. പക്ഷെ എന്തൊക്കെ വന്നാലും ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടത് ഒരു മര്യാദയായിരുന്നു. ഓക്കെ, എന്തായാലും ബാക്കി പറ. കണ്ടു, ഐ ഫെൽറ്റ് റിയലി സാഡ്. ഒരു കുട്ടിയുടെ ഒരു മെൽറ്റ് ഡൗണിൻ്റെ ഒരു പോയിന്റ് അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നൊരു മൊമെൻ്റാണ്. അപ്പോൾ അത്തരം മൊമെൻറ്റ്സ് നമ്മൾ ഇൻ്റർനെറ്റിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഓർക്കണം. ആ ഒരു ബിഗ് ഇമോഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അവരങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ആ സമയത്ത് ക്യാമറ എടുക്കാതെ അവരുടെ കൂടെ ആ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ മേഡം ആദ്യം ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക. അതാണ് വേണ്ടത്. അപ്പോൾ ആ കുട്ടികൾ ഇപ്പം വളർന്നു വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഭാവിയിലാണെങ്കിലും ആ ഒരു സംഭവം അത് അവിടെ കിടക്കുമ്പോൾ അതൊരു മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം നിങ്ങൾ ആദ്യം അത് തിരുത്താൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു പേർലിമാണിയുടെ കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു. പേർലിമാണി പിന്നെ വേറൊരു പാർവതിയും അങ്ങനെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റിൽ ഇപ്പം പേർലിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പേർലിയുടെ യൂട്യൂബ് ചാനലിൽ എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം ഇൻ്റർവ്യൂവിലാണെങ്കിൽ പോലും ഈ ഡബിൾ മീനിങ് ടോക്ക് അങ്ങനെയൊക്കെയുള്ള കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത് പേർലയുടെ ചാനൽ എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ സബ് ചെയ്തേക്കുന്ന ഒരു ചാനൽ. പേർലയെ ഭയങ്കര ഇഷ്ടമാണ്, ഉള്ള കാര്യം തുറന്ന് പറഞ്ഞാൽ ആ ഒരു ചാനലിൽ ഈ ഇതുപോലുള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എനിക്ക് വലിയ യോജിപ്പില്ല. എടുക്കുമ്പോൾ ഓക്കെ, അതൊരു മാന്യമായിട്ടുള്ള രീതിയിൽ വേണം. ഇടയ്ക്കൊക്കെ ഇച്ചിരി തക്കും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് കുറച്ച് നാൾ മുമ്പ് കുറേ ആൾക്കാർ വീഡിയോസും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അവർ ഇടാറുണ്ട്. പിന്നെ ഒരു അമ്മ എങ്ങനെയാണ് അവരെ ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് സമയത്തൊക്കെ ഭയങ്കര നെഗറ്റീവായിരുന്നു. പിന്നെ അവരുടെ ഒരു ആൽബം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പേർലി നല്ല രീതി യൂട്യൂബും കാര്യങ്ങളുമായിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ ഇൻ്റർവ്യൂ അവർക്ക് പ്രത്യേക ടീമും ഉണ്ട്. ഇപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനാണെങ്കിൽ പോലും. പക്ഷേ എനിക്ക് ഇതുപോലുള്ള കുറച്ച് നെഗറ്റീവ് എനിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പേരുടെ കാര്യം എടുത്തിടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത ദിയ കൃഷ്ണ. അതിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു കമൻറ്റ് ഞാൻ വായിച്ചത്. ദിയ കൃഷ്ണ തന്നെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓമി ബേബീൻ്റെ നെയിമുള്ള ഐഡിയ അവർ ക്രിയേറ്റ് ചെയ്തു, ഫാൻസ് പേജ് ആണ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് പോയി നോക്കി. ഞാൻ ആ ഒരു സംഭവം പോയി നോക്കിയപ്പോഴത്തേക്ക് അതിൽ തന്നെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്. ആ കുട്ടിൻ്റെ ഓരോ കാര്യങ്ങളും അതിൻ്റെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെയാണ് അവരെടുത്ത് ഇടുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫാമിലി വ്ളോഗ് തുടങ്ങി കഴിയുന്ന കുറേ ആൾക്കാർ ഇതുപോലുള്ള A to Z കാര്യങ്ങൾ എടുത്തിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാകും. കാരണം ഇപ്പം 2K കിഡ്സിൻ്റെ കാലമാണ്. ഇതിപ്പം ഇപ്പോഴത്തെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് ഒരു പിടുത്തം കിട്ടുന്നില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്തവായി പോയി പോകും. അതുകൊണ്ട് കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു വീഡിയോ എനിക്കൊന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നി മാത്രം ഞാൻ അവിടെ സംസാരിച്ചെന്നുള്ളൂ. അശ്വതി മാഡം ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ കുട്ടിയുടെ വീഡിയോ ആദ്യം നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, ഞാൻ എല്ലാം ഓടിച്ചിട്ട് മാത്രം ഇന്ന് പറയുന്നത് മാത്രമല്ല, എനിക്കിത് കണ്ടപ്പം ആ ഒരു വീഡിയോയിൽ എനിക്ക് അങ്ങനെ പറയാനേ തോന്നുന്നുള്ളൂ. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള രീതിയിലാണ്. എന്നിട്ട് അവർ പറഞ്ഞായിരുന്നെങ്കിൽ ഓക്കെ ആയനെ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ബൈ, ലവ് യു ഓൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ 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 ബൈ.